ഹലോ ഡേരെ ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഈ ഭാണ്ഡത്തിൽ മൊത്തം നമ്മുടെ തുണികളാണ് കേട്ടോ. ഞാൻ ദിലീഷേട്ടൻ മക്കൾ ജഗൻ, അതായത് ചേട്ടൻ്റെ മകനും കൂട്ടിയിട്ടാണ് നമ്മൾ സ്വിമ്മിങ്ങിന് പോവാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വെള്ളാങ്കല്ലൂർ അക്ഷയപാത ഹെറിറ്റേജ് റിസോർട്ടിൽ പൂൾ മാത്രമായിട്ട് അവൈലബിൾ നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തത് 8:30 ശേഷത്താണ് കേട്ടോ നമ്മളോട് പറഞ്ഞത്. അപ്പം നമ്മൾ എത്തുമ്പോൾ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരു 9:15 കൂട്ടിയിട്ട് ഇറങ്ങിക്കോന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടാണ്. നമ്മുടെ റിസോർട്ടിലേക്ക് ഇറങ്ങുന്ന വഴി എന്ന് വെച്ചാൽ ഇത്തിരി ഇടുങ്ങിയ വഴിയാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണങ്ങൾ, അതുപോലെ തന്നെ മനസ്സമ്മതം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർ ഈ റിസോർട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കാം, നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ മൊത്തം അറിയാം. അപ്പം നമ്മൾ പോകുമ്പോൾ നമ്മൾ 4 ആളും കൂടിയിട്ടാണ് കേട്ടോ. അത് നല്ല 5 ആൾ, നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ഫാമിലി 4 ആൾ. ജഗനെയും കൂട്ടിയപ്പോൾ 5 പേര്. ചേട്ടൻ്റെ മകനാണ് ജഗൻ, വെക്കേഷന് വന്നുള്ളതാണ്. അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇവനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ പൂളിൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചുറ്റിക്കാണാണ്ട് ഇറങ്ങിയിട്ട് കുറച്ച് നേരം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരാൾക്ക് പെർ ഹെഡ് 100 റുപ്പീസാണ് വരുന്നത്. പിള്ളേർക്ക് വേറെ പൂളുണ്ട്, നമുക്ക് വേറെ പൂളുണ്ട്. പിള്ളേരുടെ പൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പൂളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പൂള്, നമ്മളെ സംബന്ധിച്ചാൽ ചെറിയത്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ ആൾക്കാരുള്ള കാരണം നമ്മൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് നടക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജക്കോസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും യൂസ് ചെയ്യാതെ കിടക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ല് പോയി, അല്ല ബ്രേക്ക് പോയി ആ സൈക്കിൾ പോലെ ആയിട്ട് ഞാൻ അവിടെ കിടന്ന് നടന്നിരുന്നു. കാരണം മൊത്തത്തിൽ കണ്ടപ്പോൾ ഞാൻ എല്ലാത്തിലും കയറി ഇരിക്കിട്ടോ. ഇതൊക്കെ മക്കൾ അവിടെ പുറത്തൊന്നും താമസിക്കുന്ന ടൈമിൽ മക്കളൊക്കെ ഇതിൽ ഇഴുകുമ്പോൾ ഞാൻ നോക്കി നിൽക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരില്ലാത്ത കാരണം ഞാൻ എല്ലാത്തിലും കയറി ഇഴുകിട്ടോ. അങ്ങനെ എല്ലാതും ഞാൻ തന്നെ ദിലീഷേട്ടാ അത് നോക്കി ഇത് നോക്കി എന്നിട്ട് ഞാനും പിന്നെ ഇവർ ഞങ്ങൾക്ക് രണ്ടാക്കി ഇരിക്കാൻ പറ്റുന്നത് നോക്കി ഞാനും അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഒരുപാട് നേരം അതിലിരുന്നിട്ട് ആടിയിട്ടാണ്. ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പ്രഷർ കൊടുത്തിട്ടാണ് ആട്ടിയിരുന്നത്. അത് കഴിഞ്ഞ് അപ്പൂസിന് കാരണം എന്ന് പറഞ്ഞപ്പോൾ അപ്പൂസ് ഓടി വന്ന് കയറി. അപ്പൂസ് പിന്നെ അതന്നെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടാണ്. പിന്നെ അപ്പൂസിനേക്കാളും വിരുദ്ധനാണിത് അമ്പാടി തന്നെ ഹൈറ്റ് വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തുടങ്ങിയിട്ടാണ്. അല്ലെങ്കിൽ അപ്പൂസിനേക്കാളും ഹൈറ്റ് അമ്പാടി പോയി. അനിയൻകുട്ടനാണ് ഇപ്പോൾ ഹൈറ്റ്. അങ്ങനെ ദിലീഷേട്ടൻ എല്ലായിടത്തും പോയിട്ടൊന്ന് നോക്കിയിട്ടാണ് എങ്ങനെ ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ. അപ്പോൾ മൊത്തം സെറ്റപ്പാണ് കേട്ടോ. അതിനുള്ളിൽ യമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ സ്ലോട്ട് ആവാറായി തുടങ്ങിയിട്ടാണ്. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ എക്സൈറ്റ്മെൻ്റ് ആണ്. കുറേ നാളായിട്ടോ നീന്തലൊക്കെ കഴിഞ്ഞിട്ട് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നീന്തൽ പഠിച്ചിട്ടില്ലെങ്കിലും ഇച്ചിരിയൊക്കെ നീന്തുട്ടാം. ദിലീഷേട്ടനും ജഗൻമോനൊക്കെ ശരിക്കും പറഞ്ഞാൽ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ നീന്തൽ പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ, പക്ഷെ എന്നാലും ഞാൻ നീന്തും. അങ്ങനെ എന്നെ ആട്ടണുണ്ട്. അപ്പോൾ അപ്പൂസിനെ കൊതിയിട്ട് അപ്പൂസും വന്നിരുന്ന് ആട്ടിയിട്ട് അങ്ങനെ ഞാൻ എല്ലായിടത്തും പോയി അത് നോക്ക് ജഗ, ഇത് നോക്ക് ജഗ, അവിടെ ആടാടാ ജഗ എന്നൊക്കെ നിൽക്കായിരുന്നു കേട്ടോ. സത്യത്തിൽ ഈവനിങ് ആയ കാരണം അധികം ആൾക്കാരൊന്നും ഇല്ലാട്ടോ. ഇപ്പോൾ മറ്റത് നല്ല ഇരുട്ടായ കാരണം. അപ്പോൾ മക്കളുടെ പൂളിലേക്ക് മക്കളെന്നെ സ്വിമ്മിങ് ക്യാപ്പൊക്കെ ഇട്ട് അവരെന്നെ ഇട്ട ഡ്രസ്സിൽ തന്നെ ഇറക്കിയിട്ടാണ് അവർ. ഈ അമ്പാടി ആദ്യമായിട്ടാണ് പൂളിലിറങ്ങുന്നത്.